CSI കോഴിക്കോട് ഡയോസിസ് ബിഷപ്പ് ഡോക്ടർ റോയ് മനോജ് വിക്ടർ മേപ്പാടിയിലെ സേവാഭാരതിയുടെ ഹൈന്ദവ ശ്മശാനം സന്ദർശിച്ചു. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കണമെന്നും മുണ്ടക്കൈയിലെ പിഴവുകൾ ഭാവിയിൽ ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. CSI മലബാർ ഡയോസിസ് ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറാണ് ജനം ടിവിയോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ദുരന്തത്തെ അദ്ദേഹം എങ്ങനെ വിലയിരുത്തുന്നു, മാത്രമല്ല സഭയുടെ സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. ബിഷപ്പ്, വലിയൊരു മഹാദുരന്തത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഈ മേഖല. സഭയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കും പ്രവർത്തനം? തീർച്ചയായിട്ടും ഇത് അപ്രതീക്ഷിതമായിരുന്നു. വലിയൊരു ആഘാതമാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായിരിക്കുന്നത്. മലബാർ മഹായിടവക, മലബാർ ഡയോസിസ് തീർച്ചയായിട്ടും വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ജനങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഞങ്ങൾ പലതരത്തിലുള്ള പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്. ഭവന നിർമ്മാണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ എല്ലാ വിധത്തിലുള്ള റീഹാബിലിറ്റേഷനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മറ്റ് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരോട് ചേർന്ന്, ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഞങ്ങളും റീഹാബിലിറ്റേഷനിൽ ഒരു പങ്കുവഹിക്കാനാണ് ശ്രമിക്കുന്നത്. പുനരധിവാസത്തിന് വലിയ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സമയമെടുക്കും. ഇപ്പോൾ ഈ സ്കൂളുകൾ വീണ്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ പുറത്തിറങ്ങേണ്ടി വരും. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ അന്തിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ്. നേരത്തെ നമുക്കറിയാം, പുത്തുമല ദുരന്തത്തിന് ഇരയായവരും ഇതുപോലെ അവരുടെ മുന്നിൽ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടപ്പിലായിട്ടില്ല. അപ്പോൾ താൽക്കാലിക ഷെൽട്ടർ ആണിപ്പോൾ അവർ പറയുന്നത്. അതാണ് വലിയൊരു പ്രശ്നം. അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്, ഞങ്ങൾക്ക് 2 ഹോസ്റ്റലുകളുണ്ട്. ഒന്ന് മേപ്പാടിയും മറ്റൊന്ന് നെടുങ്കരനെ. നെടുങ്കരന മേപ്പാടിയിൽ നിന്ന് വലിയ ദൂരമുള്ള അല്ല. ഈ രണ്ടിടത്തും ജനങ്ങളെ പാർപ്പിക്കാനാണ്. ഒരു സ്ഥിരമായ വീട് ഒരു നല്ല രീതിയിൽ ഉണ്ടാകുന്നത് വരെ അവിടെ പാർപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളം വലിയ വലിയ ദുരന്തങ്ങൾക്ക് ഇങ്ങനെ അടിക്കടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രകൃതിയിന്മേലുള്ള കടന്നുകയറ്റം കൂടുന്നു. ഇതിലൊക്കെ സർക്കാരിൻ്റെ കൂടുതൽ ശ്രദ്ധ പതിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അത് തുടരെ ഉണ്ടാകുന്നു. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ വാദപ്രതിവാദത്തിനുള്ള ഒരു സമയമല്ല ഇത്. ഗവൺമെൻറ്, അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മുൻകരുതലെടുക്കാനായിട്ട് ജനങ്ങളോട് പറയേണ്ട കടമ ഗവൺമെൻറ്റിനുണ്ട്. ഇത് യാതൊരു വിധത്തിലുള്ള മുൻകരുതലും ഉണ്ടായിരുന്നില്ല. വാർണിംഗ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ ഇടയായത്. അതുകൊണ്ട് ഇനി ഈ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. സുപ്രധാനമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ആയാലും കസ്തൂരി രംഗൻ കമ്മിറ്റി ആയാലും അത് രണ്ടും ഗൗരവമായിട്ട് എടുത്ത് പഠിച്ച് നടപ്പിലാക്കണം. അത് പഠനം തുടങ്ങിയിട്ട് കുറേ ആയി. ഈ കമ്മിറ്റി ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അതിൽ പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതൊരു ദുഃഖകരമായ കാര്യമാണ്. എത്രമാത്രം അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കും? കാരണം മനുഷ്യരിവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് ഒരു 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 പരിസ്ഥിതി സംരക്ഷണം അതൊരു ഉട്ടോപ്യൻ ആശയമാണ്. അത് നടക്കില്ല. പക്ഷേ നമുക്ക് എത്രമാത്രം ചെയ്യാനായിട്ട് സാധിക്കും, പ്രകൃതിയെ എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും, അതാണ് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. സർക്കാരുകൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ദുരന്തം വന്ന സാഹചര്യത്തിൽ ജാതി മത വർഗ അതിനൊക്കെ അതീതമായിട്ട്, പിന്നെ കൊടിയുടെ നിറം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്കും കഴിഞ്ഞ 6 ദിവസമായി ഈ ദുരന്ത ഭൂമിയിലുള്ള ഞങ്ങൾക്കും നേരിട്ട് കാണാൻ സാധിച്ചത്. അല്ലേ? എന്ത് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അത് വലിയൊരു പ്രതീക്ഷയല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കും. എന്നാൽ ദുരന്തങ്ങളുടെ ആ കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ കൊടികളൊക്കെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അത് ഒഴിവാക്കണം. ഈ ഒരു
ഈ ഒത്തൊരുമ, ഒരുമിച്ച് നിൽക്കാനുള്ള നമ്മുടെ ആഗ്രഹം, അത് ഇവിടെ തുടരണം. അത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമായിട്ട് മാറണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി.